ഒരു പാട്ട് പഠിക്കുമ്പോ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കുക? അപ്പൊ ഈ ഇത് പറഞ്ഞ പോലെ പ്രിക്കോഷൻസ് ഇൻ ദ സെൻസ്, ഇപ്പൊ സിനിമ കാണുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ആ പാട്ടിന്റെ അനുസരിച്ചിട്ട് ഇപ്പൊ ഏതിലേക്കാണ് ആ പാട്ടിനെ കൊണ്ടുപോകേണ്ടെന്നുള്ള മൂഡ് ഉണ്ടല്ലോ, അത് നോക്കുകയാണെങ്കിൽ അങ്ങനെ വല്ലതും എടുക്കാറുണ്ടോ? ചിലപ്പോൾ അല്ലെങ്കിൽ ആ പാട്ട് അങ്ങനെ എടുത്ത് പാടാൻ, ഞാൻ ഇപ്പൊ സ്റ്റാർ സിംഗറിന്റെ കാര്യം തന്നെയാ പറഞ്ഞ്, ഒരു പാട്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ ആ പാട്ടിന്റെ മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ചിലപ്പോൾ ചിലവര് സിനിമ കാണുന്നുണ്ടാവും. അതാ ഞാൻ പറയാൻ വന്നത്. എന്റെ പരിപാടി അതാ, ഇമോഷൻസ് അഡാപ്റ്റ് ചെയ്യാന്നുള്ളത് കുറെയൊക്കെ പാട്ടിന്ന് തന്നെ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ആ ഒരു മൂവി കണ്ടിട്ട് പിന്നെ ആ ഒരു പാട്ടിലേക്ക് കേറുന്ന സമയത്ത് എന്തായാലും ഓരോ ഇമോഷൻ, ആ പാട്ടിന്റെ ഇമോഷൻ എന്താന്നുള്ളത് കിട്ടും. ഞാൻ ചെയ്യാറുള്ള അതായിരുന്നു. ഞാനിപ്പോ ഈ ഷോ കഴിഞ്ഞിട്ടുള്ള കുറെ ഇന്റർവ്യൂസ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് സെയിം കാര്യം തന്നെ. ഇപ്പൊ ഷൂട്ടിന്റെ തലേന്ന് ഞാൻ ഏത് പാട്ടാ പാടണ ആ പടരുന്ന് കാണും. അത് എന്റെ ഒരു സ്വഭാവമായിരുന്നു. തലേന്നിരുന്ന് കാണും. അപ്പൊ നമുക്ക് കുറച്ചും കൂടി അത് സമയമുണ്ട്. പിന്നെ രാത്രി ഇരുന്ന് കാണും. രാവിലെ ഉറക്കം മൊത്തത്തിലില്ല, ഇപ്പോഴും ഇല്ല. ഇപ്പൊ ഉറങ്ങാണ്ടേ വന്നിരിക്കുന്നത്. ഈ റിക്ലൈനർ ഒന്നും കൂടി ഞാൻ അപ്പൊ ഉറങ്ങും. അതെ, നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് പാട്ട് പഠിപ്പിക്കാൻ തന്നെ ഒരു പേടിയാണ്. ഉറങ്ങണ അത് നോക്കണ്ട, കണക്ക് തന്നെ. അപ്പൊ അന്നത്തെ എക്സ്പീരിയൻസ് തോന്നുന്നു ഇപ്പോഴും അത് ഇപ്പൊ അത് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കുറെ പേരെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട്. അപ്പൊ നല്ലതാന്ന് പറഞ്ഞിട്ടുണ്ട്.